Welcome to a brand new episode of Miller Golden Diamonds presents Corrective with Sarina, powered by Island Digital and World Brands. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് is our own very versatile actor, our dear പ്രശാന്ത് അലക്സാണ്ടർ. താങ്ക് യു. വെൽക്കം ടു ദ ഷോ. സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ? അടിപൊളി. ഞാൻ പ്രശാന്തേട്ടനെ കാണുന്നത് ഈ വർഷമാണ് അല്ലേ. നമ്മൾ ഇത്രയും നാളുകളായിട്ട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ കാണുമ്പോഴും എൻ്റെ ഒരു ചെറിയ ഓർമ്മ പറയാം. ചെറുതിലെ സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു മൈലസായ ഷോ ഒക്കെ ഉള്ളൊരു സമയത്ത് ഞാൻ ഓടി വരുന്നത് 3:30, അതായത് GCCയിലെ 3:30 വാൽക്കണ്ണാടി ഉള്ളത്. 3-ലും 4-ലും പഠിക്കുമ്പോൾ ഐ കം ഹോം റണ്ണിങ് ടു സീ ദ ഷോ. വാൽക്കണ്ണാടിയിലാണ് ഞാൻ പ്രശാന്തേട്ടനെ കാണുന്നത്. അവിടെ തൊട്ട് ഇവിടം വരെ ഈ ഒരു ജേർണിയിൽ എത്തുമ്പം ഹൗ ഡു യു ഫീൽ? എങ്ങനെ ഫീൽ ചെയ്യുന്നു? ചെയ്യണം. ഓവർവെൽമിങ് ആയിരിക്കുമല്ലോ ഈ ഒരു ലോങ് ജേർണിയിൽ. എനിക്ക് തോന്നുന്നു യുവ് കം എ ലോങ് വേ. അതും സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്, യു ബിൽഡ് യുവർ ഓൺ പാത്ത്. അങ്ങനെ കൊണ്ടുവന്ന ഒരാളാണ്. സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് അല്ലായിരുന്നു, എനിക്ക് ബിഗിനേഴ്സ് ലക്കുള്ള ഒരാളായിരുന്നു ഞാൻ. എൻ്റെ PG മീഡിയ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് മീഡിയ ബൂമിങ് ആയിട്ടില്ല. മലയാളത്തിൽ തന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു സാറ്റലൈറ്റ് ചാനലേ ഉള്ളായിരുന്നു, പിന്നെ ദൂരദർശനാണ് ഉള്ളായിരുന്നു. അപ്പം PG ചെയ്യുന്ന സമയത്ത് ഇനിയും എന്ത് ചെയ്യും, എന്ത് ജോലി എടുക്കും എന്നുള്ളതിനെ പറ്റി പ്രത്യേകിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ല. പത്രങ്ങളാണ് കൂടുതലായിട്ടും അന്ന് ഡോമിനേറ്റ് ചെയ്തിരുന്നത്. പത്രങ്ങളിൽ ജോലി എടുക്കാനുള്ള ഒരു ഭാഷയോ എഴുത്തിൻ്റെ ശൈലിയോ എനിക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ചെറുപ്പം മുതലേ കലാപരിപാടികൾ ചെയ്യും, സ്റ്റേജിൽ കയറും, മോണോ ആക്ടിങ്, മിമിക്രി, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ എൻ്റെ പപ്പയാണ് പറഞ്ഞത്, നീ ഒരു കലാകാരനല്ല, നീ ആ രീതിയിൽ എന്തെങ്കിലും പഠിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നത്. അപ്പം എന്ത് ജോലി എടുക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയാതിരിക്കുന്ന സമയത്താണ് എനിക്ക് വേണ്ടി എന്ന പോലെ എൻ്റെ കോളേജിൽ കൊടൈക്കനാലിൽ ഏഷ്യാനെറ്റ് ഒരു പ്രോഗ്രാമായിട്ട് വരുന്നതും ഞാൻ ആ പ്രോഗ്രാമിൻ്റെ ആങ്കർ ആവുന്നതും പിന്നീട് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ സ്ഥിരം ആങ്കറായിട്ട് മാറുന്നതും ഞങ്ങൾ വാൽക്കണ്ണാടി തുടങ്ങുന്നതും അത് കണ്ടിന്യൂസ് ഒരു 3-3.5-4 വർഷം പോകുന്നതും ഒക്കെ ഈ പറഞ്ഞ ബിഗിനേഴ്സിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ തിരുവല്ല, മല്ലപ്പള്ളി അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ സംബന്ധിച്ച് സിനിമയും ടെലിവിഷനും ഒക്കെ എവിടെയോ കിടക്കുന്ന ഒരു കാര്യമാണ്. എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ജീവിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. സിനിമ പിന്നെയും എവിടെയാണ്. അപ്പം അങ്ങനെയുള്ള ഞാൻ കൊടൈക്കനാലിൽ പഠിക്കുന്ന സമയത്ത് ഒരു കേരളത്തിലുള്ള ഒരു ടെലിവിഷൻ ചാനലിൽ എത്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു. പിന്നെ ആ ഭാഗ്യം എനിക്ക് വേണമെങ്കിൽ എൻ്റെ മരണം വരെയും ആ ഭാഗ്യത്തിൽ എനിക്ക് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുമായിരുന്നു. കാരണം വളരെ സേഫായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, കൃത്യമായിട്ട് നമുക്ക് വരുമാനം തരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, സ്റ്റേബിൾ ഇൻകം ആണ്, ജനങ്ങളുടെ ഇഷ്ടമുണ്ട്. ഇപ്പോൾ ഒരു സിനിമ അഭിനയിച്ചാൽ കാണുന്നതിനേക്കാളും എത്ര ഇരട്ടി ആൾക്കാർ നമ്മളെ ഓൺ സ്ക്രീൻ കാണുന്നുണ്ട്, എവിടെ ചെന്നാലും അക്സെപ്റ്റബിലിറ്റി ഉണ്ട്. വേണമെങ്കിൽ അത് ഫോളോ ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ ഒരു ടെലിവിഷൻ പ്രോഗ്രാം ആങ്കറിങ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഏതോ ഒരു പോയിന്റിൽ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിലാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ സിനിമകൾ ചെയ്തു. നമ്മൾ തമ്മിൽ ചെയ്തു, കൂട്ട് ചെയ്തു, അങ്ങനെ കുറേ അന്നൊരിക്കൽ കുറേ സിനിമകൾ ചെയ്തു. അച്ഛനുറങ്ങാത്ത വീട് ചെയ്യുന്നവർ, അച്ഛനുറങ്ങാത്ത വീട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന അച്ഛനുറങ്ങാത്ത വീട്ടിൽ, അതുവരെ കോളേജ് ഫ്രണ്ട്സ്. അച്ഛനുറങ്ങാത്ത വീട്ടിലൊരു സലീം കുമാർ മെയിൻ റോൾ ചെയ്യുന്നു, സമ്പൃത ഉണ്ട്, മുക്തയുണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്. ഇവരെല്ലാം ഉള്ളപ്പോൾ ടോമിച്ചൻ എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടറാണ് ആ ഫുൾ സ്റ്റോറിയുടെ മെയിൻ വില്ലനായിട്ട് വരുന്നത്. ഒരു മുതലാളിയുടെ മകൻ, ബസ് ഓണറിൻ്റെ മകൻ, അയാൾ ബസ്സിൽ കണ്ടക്ടറായിട്ട് പോകാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ക്യാരക്ടറുണ്ട്. മുതലാളിയാണ്, തൊഴിലാളിയുമാണ്, എന്നാൽ മുതലാളിത്തത്തിൻ്റെ സാധനങ്ങളുണ്ട്, എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് തൊഴിലാളിയല്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് സ്ക്രീനിൽ വന്നിട്ട് എല്ലാവരും നല്ലതെന്ന് പറഞ്ഞ് ലാലുവേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഈ അഭിനയം സീരിയസ് ആയിട്ട് എടുക്കുന്നത് തലയിൽ കയറിയത്. അങ്ങനെ വന്നപ്പോൾ ടെലിവിഷൻ അതിൻ്റെ ഒരു തടസ്സമാകും എന്ന് ബ്ലസ്സി ചേട്ടനും ലാൽജോ സാറും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ടെലിവിഷൻ ഉപേക്ഷിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഈ പറയുന്ന സ്ക്രാച്ചസിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് പിന്നെ പയ്യെ ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പം ഈ മൂവിയിലേക്ക് വന്നപ്പം ഒരു ബ്രേക്ക് എടുത്തല്ലേ, എന്നാൽ പിന്നെ ഞാൻ ഈ ടെലിവിഷൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്? അതായത് മൂവി എന്ന് പറഞ്ഞ ഒരു മാജിക് ആണല്ലോ, എപ്പോഴും നമുക്ക് ക്യാരക്ടേഴ്സ് കിട്ടണം എന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വരണം എന്നില്ല. അങ്ങനത്തെ വരുമ്പോഴത്തേക്കിന് TV-യിലേക്ക് പോയാൽ മതിയായിരുന്നു, അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേബിൾ ഇൻകം ആയിരുന്നു, അങ്ങനത്തെ തോട്ട് വന്നിട്ടുണ്ടോ? ഓർ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് മൂവി തന്നെ? സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ടെലിവിഷൻ ഉപേക്ഷിച്ചത്. അപ്പം അങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ല. കാരണം എനിക്ക് എൻ്റെ മുഖം ടെലിവിഷനിൽ നിന്ന് പൂർണ്ണമായും ആൾക്കാർ മറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടായില്ല.
പിന്നെ സാമ്പത്തികമായി ഭയങ്കരമായ പ്രശ്നങ്ങളിലൊക്കെ ആയി, വരുമാനം ഭയങ്കരമായിട്ട് നിലച്ചു. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പോകാനുള്ള പരിപാടികൾ നമ്മൾ ഓഫ് സ്ക്രീൻ ചെയ്തൊക്കെ എത്തുമായിരുന്നു. എന്നാലും സ്ട്രഗിൾ തന്നെയായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആഗ്രഹമുള്ളതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തല്ല. എന്തിനും ഒരു യാത്ര പോയാൽ ഒരു ജ്യൂസ് പോലും കുടിക്കണമെന്ന് 2 പ്രാവശ്യം, ഒരു നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് പോലും 2 പ്രാവശ്യം ആലോചിക്കുന്ന ഒരവസ്ഥയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ എന്നെങ്കിലും എനിക്കൊരു പരിപാടി വരും എന്നുള്ളൊരു വിശ്വാസം, അതാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രഗിളൊക്കെ ഇപ്പം പണ്ടത്തെ ആൾക്കാരുടെ കഥകൾ കേൾക്കുമ്പം കോടമ്പാക്കത്തെ പൈപ്പ് വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന മോട്ടിവേഷണൽ കഥകളാണ് നമ്മളന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പം ആക്ച്വലി എനിക്കിവിടെ ഈ മിഥുനും ഞാനും ഒക്കെ ഒരുമിച്ചാണ് ഇവിടേക്ക് ജോലിക്ക് വരാനിരുന്നത്. എന്നിട്ട് ഞാൻ മാത്രം വലിഞ്ഞാണ് അതിൽ നിന്ന്. അപ്പം അത് ചില സമയത്ത് തോന്നും, ചേടാ ഇത് ഓൺ സ്ക്രീൻ അല്ലായിരുന്നല്ലോ, ഓഫ് സ്ക്രീൻ ആയിരുന്നല്ലോ, കുറെ പൈസയെങ്കിലും ഉണ്ടാക്കായിരുന്നല്ലോ പോയിട്ട് എന്നൊക്കെ ചില സമയത്ത് ചില നിർണായക നിമിഷങ്ങളിൽ ഡെഫിനറ്റ്ലി ഒരു ആങ്കറായി വരുമ്പോഴത്തേക്കിന് റേഡിയോ ജോക്കി ആയിട്ടാണെങ്കിലും കുറെ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയും വരുമല്ലോ. അതായത് ഈ ദുബായിലേക്ക് ഇപ്പം മിഥുൻ ചേട്ടൻ വരുന്ന ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ആ ഒരു തോട്ടിൽ എങ്ങനെയാണ് ആ ഒരു വേണ്ട ഇത് തന്നെ മതി എന്നുള്ളത്. അന്നേരം ഞാൻ ടെലിവിഷനിൽ സജീവമായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ അറിവില്ലായ്മയാണ് അതിന് കാരണം ഞാൻ വിചാരിച്ചു ടെലിവിഷനിൽ നിന്ന് റേഡിയോയിലൊക്കെ പോകേണ്ട കാര്യം എന്താ? കാരണം ടെലിവിഷനാണ് ഇപ്പോൾ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേഡിയോയിലോട്ട് പോയിട്ട് റേഡിയോ ഒക്കെ നമ്മുടെ നാട്ടിൽ മരിച്ചു തുടങ്ങിയ സമയത്താണ് ഇവിടെ ഇത്രയും ഇൻഫ്ലുവൻസ് അതിനുണ്ടാവുന്നുള്ള ഒരു ബുദ്ധി അന്ന് എനിക്കില്ലാതായി പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു ഓവർ ദ പീരീഡ് ഓഫ് ടൈമാണ് ഇവിടെ റേഡിയോ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയതും. ആ ഒരു സമയത്തിനേക്കാളും ഇപ്പം ആൾക്കാർ എനിക്ക് തോന്നുന്നു ടെലിവിഷനേക്കാളും ആൾക്കാർ റേഡിയോ ആണ്. ബിക്കോസ് നമ്മുടെ ലൈഫിൽ ഒരു ഭൂരിഭാഗ സമയം ഞങ്ങൾ വണ്ടിയിലാണ് ചെലവഴിക്കുന്നത്, ഇവിടുത്തെ ട്രാഫിക്കിലാണെങ്കിലും. അപ്പോൾ വാട്ട് വി ലിസൺ ടു ഓർ നമ്മുടെ ഇവിടെ മാത്രമല്ല, കേരളത്തിലും കൊച്ചിയിലും എല്ലാ കേരളത്തിലെ മെയിൻ നഗരങ്ങളിലെല്ലാം ജനങ്ങൾ റേഡിയോ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അന്നത് തിരിച്ചറിയാൻ പറ്റിയില്ല. അതുകൊണ്ടുള്ള ചെറിയൊരു റിഗ്രറ്റ് ഉണ്ട്. അന്ന് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫിനാൻഷ്യലി സേഫ് ആകാമായിരുന്നു എന്നുള്ളൊരു ചിന്ത ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു നല്ല ക്യാരക്ടർ സിനിമ കിട്ടുമ്പോൾ ആ റിഗ്രറ്റ് പടയെന്ന് പറഞ്ഞങ്ങ് പോകും. അത് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഈ പെയിന്, ഈ സ്ട്രഗിള് പിന്നെ ഒരു കിക്കായിട്ട് തുടങ്ങി. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ? നമ്മൾ അങ്ങനെ കാണും. നാളെ ഒരു ഇന്റർവ്യൂവിന് ചോദിക്കുമ്പോൾ ഈ കഷ്ടപ്പാടിന്റെ കഥ വിൽക്കാമല്ലോ എന്ന് പറയുന്ന ഒരു ചിന്ത വരും. പക്ഷെ ഇപ്പൊ ഈ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പം നാഗേന്ദ്രനിലായിക്കോട്ടെ, ഇപ്പൊ ഭയങ്കരമായിട്ട് സോമൻ എന്നുള്ളൊരു ക്യാരക്ടർ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം പണിയിൽ എനിക്ക് കുരുവിള ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ പല ക്യാരക്ടേഴ്സിൽ അറിയപ്പെടുമ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ റിയാലിറ്റി ഷോയിൽ വന്നുകൊണ്ടായിരിക്കും എന്നെ ആൾക്കാർ അറിയുന്നത് സെറീനായിട്ടായിരിക്കും. ഇപ്പൊ ചേട്ടൻ വരുമ്പോഴും ആ ഒരു ആങ്കറിങ് മേഖലയിൽ നിന്ന് വന്നോണ്ട് അല്ലെങ്കിൽ ടെലിവിഷൻ മേഖലയിൽ നിന്ന് വന്നോണ്ട് കൂടുതൽ പ്രശാന്ത് അലക്സ് എന്നാണോ അതോ ക്യാരക്ടർ വൈസ് ആണോ ചേട്ടനെ കൂടുതലായിട്ട് ആൾക്കാർ അറിയുന്നത്? അല്ല, എനിക്ക് പ്രശാന്ത് അലക്സാണ്ടർ എന്നുള്ള പേര് എനിക്ക് ടെലിവിഷനിൽ ഇല്ലായിരുന്നു. എൻ്റെ പേര് പ്രശാന്ത് എന്ന് മാത്രമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വാലില്ലാതെ ഞാൻ അറിയപ്പെടും. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞ വാലില്ലാത്ത കാര്യങ്ങളാണല്ലോ. അങ്ങനെ അറിയപ്പെടണം എന്നുള്ളൊരു അന്നത്തെ പ്രായത്തിൻ്റെ ആയിട്ടുള്ള ചിന്ത. പിന്നീട് അത് ആൾക്കാർക്ക് നമ്മളെ മനസ്സിലാകണമെങ്കിൽ വാൽക്കണ്ണാടി പ്രശാന്ത് എന്ന് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ വാൽക്കണ്ണാടി പ്രശാന്ത് ഒരു ബാഗേജ് ആയിരുന്നു കുറേ കാലത്തിന്. പിന്നീട് അത് മാറ്റിയിട്ടാണ് ഞാൻ പ്രശാന്ത് അലക്സ്, പപ്പാടെ പേരെടുത്ത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഈ വാൽക്കണ്ണാടി മാറ്റാൻ ഒരു വഴിയാണ്, നിങ്ങളുടെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രശാന്ത് ഫിലിപ്പ് അലക്സാണ്ടർ. ആ ഫിലിപ്പ് കട്ട് ചെയ്യും, എന്നിട്ട് അലക്സാണ്ടർ എടുത്തിട്ട് ഫ്രണ്ടിലിട്, അലക്സാണ്ടർ പ്രശാന്ത് എന്നിട്ട് ഫേസ്ബുക്കിൽ അതിട്, മാറിക്കോളും എന്ന് പറഞ്ഞു. അത് വളരെ കറക്റ്റായിരുന്നു. പിന്നെ ആൾക്കാർ നമ്മളെ കളിയാക്കാൻ വേണ്ടി അലക്സാണ്ടർ പ്രശാന്ത് എന്നൊക്കെ വിളിച്ച് പിന്നെ അതാ വിളിക്കണ്ട, അതാ എൻ്റെ പേര്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ അലക്സാണ്ടർ പ്രശാന്ത് ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ഞാൻ സ്ക്രീൻ നെയിമായിട്ട് അതാണ് ഇട്ടേക്കുന്നത്. ഇപ്പൊ ഞാൻ 2005 എൻ്റെ ഡെയിലി ഷോ. ഞാൻ 2002 മുതൽ 2005 വരെ ഡെയിലി ടി വിയിൽ വന്നുകൊണ്ടിരുന്ന ആളാണ്. 2005 എൻ്റെ ഡെയിലി ഷോ നിൽക്കുന്നത്. പിന്നെ 2008 ഒരു 8 മാസം കൂടെ ഞാൻ ആ ഷോ വീണ്ടും ചെയ്തു. അപ്പോൾ 2008 നമുക്ക് അതിന് ഒരു ലാസ്റ്റ് ടി വി ഷോ എന്ന് പറയാം. 2008 ഇതിപ്പോൾ എത്ര വർഷം കഴിഞ്ഞു? 2008 2 2010 14 2 16 വർഷം കഴിഞ്ഞു. ഒരു 5 വയസ്സൊക്കെ ആവുമല്ലോ നമുക്കൊരു ആൾക്കാരെ തിരിച്ചറിഞ്ഞ് ഓർത്തെടുക്കാനുള്ളത്. അപ്പം ഒരു 20-21 വയസ്സുള്ള ഒരാൾക്ക് അറിയില്ല ഞാൻ ടെലിവിഷനിൽ ഉള്ള ഒരാളാണെന്ന്. അവരാണ് ഇന്നത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓഡിയൻസ്. അവർക്ക് എന്നെ ആസ് ആൻ ആക്ടർ തന്നെ കാണാൻ പറ്റും. സോ അവരെന്നെ ആക്ടറായിട്ടാണ് കാണുന്നത്. പിന്നെ വീട്ടിലുള്ള ആൾക്കാർ, ഞങ്ങളുടെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഞങ്ങളുടെയൊക്കെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരും, അവർ പഴയ വാൽക്കണ്ണാടി എന്ന് പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ടാണ് പറയുന്നത്, ഭയങ്കര സ്നേഹത്തിലാണ് പറയുന്നത്. അപ്പോൾ അതും സന്തോഷമുള്ള കാര്യമാണ്, ഇതും സന്തോഷം. പിന്നെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലും
പാൽക്കണ്ണാടി ഞങ്ങൾ ഏറ്റെടുത്ത് ഞാനും ചൈൽഡ്ഹുഡിൽ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല PG കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ ഉള്ളൂ. PGയും സ്കൂളും കോളേജും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ആ സമയത്ത് ഇപ്പൊ ഈ പടങ്ങളിലേക്ക് വരുമ്പം വെബ് സീരീസ് എന്നുള്ളൊരു ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹൗ ഡിഡ് യു കം ടു വെബ് സീരീസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരാൻ? ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേന് സിനിമ എന്റർടൈൻമെന്റിന്റെ മോഡുകൾ മാറി തുടങ്ങി. തിയേറ്ററിൽ മാത്രം കിട്ടുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ്. കാരണം നമ്മൾ ടെലിവിഷനിൽ സീരിയലുകൾ നമ്മൾ യങ്സ്റ്റേഴ്സോ ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരോ ഒന്നും അധികം കാണാറില്ല, പ്രത്യേകിച്ച് ആണുങ്ങൾ. അപ്പോൾ സീരിയൽസിനെ നമ്മളങ്ങ് വിട്ടു. ബാക്കി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആകെ തിയേറ്ററുകളിൽ നിന്ന് സിനിമകൾ കാണുമ്പോൾ കിട്ടുന്ന എൻ്റർടൈൻമെൻറ്റാണ്. ഈ കോവിഡിൻ്റെ സമയത്ത് ആയിരിക്കാൻ കൂടുതൽ ആൾക്കാരും ഡിജിറ്റലിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് വളർന്നു വന്നിട്ടുള്ളത്. പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന യൂട്യൂബേഴ്സ് പലരും കൂടുതൽ ഫേമസ് ആയതും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാക്കിയതും കൂടുതൽ പൈസ ഉണ്ടാക്കിയതും ആ പീരീഡിലാണ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആ സമയത്ത് ധാരാളം സീരീസുകൾ കാണാൻ തുടങ്ങി. നമ്മൾ OTT പ്ലാറ്റ്ഫോംസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം വീട്ടിലിരിക്കുകയല്ലേ, വേറൊരു പരിപാടിയില്ല. അങ്ങനെ ആമസോൺ, നെറ്റ്ഫ്ലിക്സ് ഇതിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തു. സിനിമകളെക്കാളും വലുപ്പത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസുകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ സീരീസ് എന്ന് പറയുന്നത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ ആസ് ആൻ ആക്ടർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സീരീസുകൾ. കാരണം ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡ് പോലത്തെ സീരീസ്, ഞാൻ ആദ്യമായിട്ട് കാണുന്ന സീരീസ് ബ്രേക്കിംഗ് ബാഡാണ്. ബ്രേക്കിംഗ് ബാഡ് കാണുമ്പോൾ ചിലപ്പം ഫസ്റ്റ് സീസണിൽ ഒരു ഡെലിവറി ബോയ് ആയിട്ട് വരുന്ന ഒരാൾക്ക് 3rd or 4th സീസണിൽ ഒരു വലിയ സ്റ്റോറി പറയാനുണ്ടായിരുന്നു. ഒരു ചെറിയ റോളിൽ വന്നു പോകുന്ന ആൾക്ക്. അപ്പം ഈ ആദ്യം വരുമ്പോൾ തന്നെ ഇയാൾ ഒരു ക്യാരക്ടർ പിടിച്ചാൽ മാത്രമേ പിന്നെ അയാൾ, അതായത് ഒരു സീരീസിലെ എല്ലാ ക്യാരക്ടേഴ്സിനും മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ വളരാനുള്ള സാധ്യത ഉണ്ട്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു സിനിമയിൽ 2 സീനിൽ വന്നു പോകുന്ന ഒരാൾക്ക് ആ 2 സീനേ ഉള്ളൂ. സീരീസിൽ അതല്ല. ചിലപ്പം 2 സീനിൽ വന്നു പോകുന്ന ഒരാൾക്ക് പിന്നീട് അങ്ങോട്ട് വലിയ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. സോ അതൊരു വലിയ സാധ്യതയാണ് ആക്ടേഴ്സിന്. ഫിലിം മേക്കേഴ്സിനും അതൊരു വലിയ സാധ്യതയാണ്. കാരണം 2.5 മണിക്കൂർ കൊണ്ട് പറയേണ്ട ഒരു കഥ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്ത് ഒരു സീസണിൽ 8-9 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റും. സോ അവരുടെ സ്കില്ല്, ക്രാഫ്റ്റ്, പുതിയ ചില പരീക്ഷണങ്ങൾ. പിന്നെ ഒരു അഡിക്ഷൻ ലെവൽ ഉണ്ട് നമ്മുടെ ഓഡിയൻസിന്റെ ഇടയ്ക്ക്. നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് സീസണിലേക്ക് വെയിറ്റ് ചെയ്യുന്നൊരു ആന്റിസിപ്പേഷൻ ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പം ഈ ക്യാരക്ടർ നമ്മളുടെ ഉള്ളിലേക്ക് അത്രത്തോളം ഇറങ്ങി ചെല്ലുന്ന എനിക്ക് തോന്നുന്നു മോർ ദൻ മൂവീസ്. ഇപ്പം ആ ഒരു ഞാൻ ഈ ബ്രേക്കിംഗ് ബാഡ് 8-9 സീസൺ ഉണ്ട്. ഒരു സീസണിൽ 7-8 എപ്പിസോഡ്സ് ഉണ്ട്. ഇത് ഞാൻ കണ്ടു തീർത്തിട്ട് ആ തീർന്ന ദിവസം തൊട്ട് ഒരു എത്രയോ ദിവസങ്ങൾ ഞാൻ എന്തോരം അപ്സെറ്റ് ആയിരുന്നു അറിയോ. കാരണം എനിക്ക് ഇവരെ വീണ്ടും കാണണം, ഇനി എങ്ങനെ ഇവരെ കാണാൻ പറ്റും. ആ ക്യാരക്ടേഴ്സ് കഥ തീർന്നു, അതിൻ്റെ ഒരു മിസ്സിംഗ് ഫീലിംഗ്. ഇവിടെ മലയാളത്തിൽ പക്ഷേ അത്ര കണ്ടിന്യൂസ് സ്പാനുള്ള സീരീസുകളൊന്നും വന്നിട്ടില്ല. ഫ്യൂച്ചറിൽ വരുമായിരിക്കും. ഇപ്പം ഞങ്ങളുടെ നാഗേന്ദ്രൻ്റെ എടുത്താൽ തന്നെ ആ 6 എപ്പിസോഡ് കഥ കഴിഞ്ഞു. ഇനിയും അതിൻ്റെ ഒരു സെക്കൻഡ് സീസൺ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്നെ സംബന്ധിച്ച് പുരുഷപ്രേതം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ എനിക്ക് ആദ്യം വന്ന ഓപ്പർച്യൂണിറ്റിയാണ് നാഗേന്ദ്രൻസ്. അതിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ പ്ലേസ്മെൻറ്റും അത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഒരു കൺഫ്യൂഷനും ഇല്ല, ഞാൻ ചെയ്തതാണ് നാഗേന്ദ്രൻ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വിത്ത് ദാറ്റ് ഡെസിഷൻ. ബിക്കോസ് ഈവൻ നമ്മുടെ ഓഡിയൻസിന്റെ ഇടയ്ക്കും ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആയ ഒരു ക്യാരക്ടർ ആണല്ലോ എവിടെ പോയാലും, അല്ലേ? ഭയങ്കര റെസ്പോൺസ് വന്നായിരുന്നു. ഒത്തിരി പേര്, ധാരാളം പേര് മെസ്സേജ് അയക്കുകയും ഫോൺ ചെയ്യും. പിന്നെ ഓവർ ദി പാസ്റ്റ് 2 decades, മോർ ദൻ 2 decades ഇത്രയും അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വേഴ്സ്റ്റൈൽ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇൻഡസ്ട്രിയിൽ ആരായിരിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് ആരായിരിക്കും? ഇപ്പൊ പ്രശാന്ത് ഏട്ടൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് ചോദിക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ സീസണലാണ്. അതായത് കഷ്ടപ്പാടിന്റെ കാലത്ത് നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഒരു കാലത്തുണ്ടായിരുന്ന സുഹൃത്തുക്കളായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സുഹൃത്തുക്കൾ. പല കാരണങ്ങളുണ്ടാവും. അടിച്ച് പിരിഞ്ഞു എന്നുള്ളതല്ല, ചില സമയത്ത് നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം, ലൊക്കാലിറ്റി, അവിടെ നമുക്ക് എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, നമ്മളെ മനസ്സിലാക്കുന്ന കെമിസ്ട്രി ഉള്ള ആൾക്കാർ, അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെയും ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. പിന്നെ അവരുമായിട്ട് എപ്പോഴും കാണുകയോ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ എപ്പോഴും ഇരുന്ന് എന്നും വൈകുന്നേരം കാണുകയോ സംസാരിക്കുക അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളേ ഉള്ളൂ. ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിച്ചാണ് സഞ്ജു ഷോറാമും ഞാനുമാണ് മിക്കപ്പോഴും ഒന്നിച്ച് ഉണ്ടാവാറുള്ളത്. ഞങ്ങൾ ആദ്യം മുതൽ ക്രിക്കറ്റ് കളിയായിട്ട് ട്രാവൽ ചെയ്ത് തുടങ്ങിയപ്പോൾ അതിൽ ഞങ്ങൾ 2 റൂംമേറ്റ്സ് ആണ്. സഞ്ജു സിനിമ വരുന്നതിന് മുമ്പേ എനിക്കറിയാം. ഞാൻ കൂടെ ചേർന്ന് ഭാഗമായിട്ടുള്ള വർക്കിലൂടെയാണ് സഞ്ജു ആദ്യമായിട്ട് സിനിമയിൽ ഒരു ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഞ്ജു വന്നത്. അതിലെ ക്യാരക്ടേഴ്സ് കുറച്ച് ബംഗാളിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ബംഗാളി പറയുന്ന ആളുകളാണ്. അപ്പോൾ സഞ്ജു കൽക്കട്ടയിലായിരുന്നു.
അപ്പം കുറേ ആക്ടേഴ്സിന് സഞ്ജു കൽക്കട്ട മീൻസ് ബംഗാളിയിലും ഡബ് ചെയ്തു, മലയാളത്തിലും ഡബ് ചെയ്തു. അങ്ങനെ 10-15 ക്യാരക്ടേഴ്സിന് സഞ്ജു ശബ്ദം മാറ്റി ഡബ് ചെയ്തു. പിന്നെ ആ ഞങ്ങൾ ചെയ്ത ആ വർക്കിൻ്റെ അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് ഞാനും ജിയോ ബേബിയുമായിരുന്നു. എന്നിട്ട് ജിയോ ബേബി പിന്നീട് നീക്കോ ഞാച്ച ചെയ്യാൻ പോയപ്പോൾ, അതിൽ അസിസ്റ്റൻ്റായിട്ട് പോയപ്പോൾ ഓഡിഷന് സഞ്ജുവിനെ വിളിച്ച് ഓഡിഷൻ ചെയ്യിപ്പിച്ചിരുന്ന സഞ്ജുവിന് ആ സിനിമയിൽ ഓപ്പണിങ് കിട്ടുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ സഞ്ജുവിനെ എനിക്കറിയാം. പിന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കണക്റ്റായി. പിന്നെ ഇപ്പം താമസിക്കുന്നത് അടുത്തടുത്താണ്. സോ എപ്പോഴും കാണാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ എല്ലാ പരിപാടികളിലും സഞ്ജു പറയുന്ന പോലെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരു സംഭവമുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പം മൂവി അപ്പാർട്ട് ഫ്രം മൂവീസ്, ഇപ്പോൾ പ്രശാന്ത് ഏട്ടൻ CCL ക്രിക്കറ്റ് ഭയങ്കര ആക്റ്റീവാണ്. ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് ക്രിക്കറ്റ് ടു യു? ഓർ അത് ഒരു ഫ്ലോയിൽ ഇങ്ങനെ കൂടുന്നതാണോ? സെറീന ചെറുപ്പം മുതലേ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താ? എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കരമായിട്ട് റെഡി ആകാൻ ഇഷ്ടമാണ്. ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിലാണെങ്കിലും ഭയങ്കര ആക്റ്റീവാണ്. ടാലൻറ്റ് കോൺടെസ്റ്റ് അല്ല, ഫ്രണ്ടിൽ പോയി നിന്ന് ഡാൻസ് ആണെങ്കിലും പാട്ടില്ല, പാട്ടിന് താല്പര്യമുണ്ടെങ്കിലും പാടാൻ നല്ല അധികം കഴിവ് തരാത്തതുകൊണ്ട് ഞാൻ പോയി ഗ്രൂപ്പ് സോങ്ങിന് നിൽക്കും. പിന്നെ ഫാഷൻ കോൺടെസ്റ്റ്, പിന്നെ ഹയർ സ്കൂൾ ലെവലിൽ എത്തിയപ്പോഴാണ് ഞാൻ പതിയെ ഫാഷനിലേക്ക് ഇറങ്ങി, റാം ബോക്സിൽ ഇറങ്ങി, പേജൻസിലേക്ക് ഇറങ്ങി. അങ്ങനത്തെ ഒരു ലൈഫ് വന്നത്. എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? അല്ല, അതിനൊരു അവസരം എപ്പോൾ കിട്ടിയാലും അതിന് ചാടി ഇറങ്ങത്തില്ലേ എന്ന് പറയുന്ന പോലെയാണ് ക്രിക്കറ്റ്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന സ്പോർട്സിന് ഒരു പ്രത്യേക ഒരു ബോണ്ടിങ് ഉണ്ട്. അതിൽ ഒന്നിച്ച് കളിക്കുന്ന ആൾക്കാരാണെങ്കിലും അത് തരുന്ന ഒരു ഇമോഷൻസ് ആണെങ്കിലും, അതുകൊണ്ടാണ് ഇത്രയും അധികം എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഒരു ലൈവ് മാച്ച് നടക്കുമ്പോൾ ആൾക്കാർ അത്രയും കുത്തിപ്പിടിച്ചിരിക്കുന്നത്. ആണുങ്ങൾ മുഴുവൻ റിമോട്ടുമായിട്ടിരിക്കും. അന്നത്തെ ദിവസം ഭാര്യമാർക്ക് റിമോട്ട് കൊടുക്കാത്തത്. ഇതെന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പം മുതലേ ആ കളികൾ, സ്പോർട്സ് ഇവൻറ്റുകൾ അതിലൊക്കെ പങ്കെടുത്ത് അതിലൊക്കെ എപ്പോഴും പാർട്ടായി വന്നതിൻ്റെ ഫാൻ. ക്രിക്കറ്റ് എന്നെ സംബന്ധിച്ച് ഭയങ്കര നൊസ്റ്റാൾജിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അത് നിവർന്നു നിൽക്കാൻ പറ്റുന്ന കാലത്തോളം ഒരു അവസരം കിട്ടിയാൽ ഞാനൊരു ബോൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു ബോൾ ഫേസ് ചെയ്യും. ഇപ്പം നമ്മൾ അന്ന് CCL പോയപ്പോഴും ഞാൻ കണ്ടാണ് ശിവചേച്ചിയും കുഞ്ഞുണ്ടായിരുന്നു കൂടെ. അപ്പം ഫാമിലി എപ്പോഴും കൂടെ നടക്കുന്നതാണോ അതോ? എപ്പോഴും കൂടെ നടക്കാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടെ കാണുന്നത്. പറ്റുന്ന സമയത്തെല്ലാം കൂടെ കൊണ്ടുപോകുന്നത്. നമ്മൾ കൂടുതൽ സമയം വീട്ടിലില്ലല്ലോ. ഇങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ വരുമ്പം എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കൂടാൻ പറ്റുന്ന ഒരു സമയമാണ്, ഒരു ഗെറ്റ് ടുഗദർ പോലെയും കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളിലൊക്കെ മാക്സിമം ഞാൻ ഇവരെ കൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കും. അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ വരാതിരിക്കും. ഇപ്പൊ ഈ ഒരു കമ്മിങ് ടു റിലേഷൻഷിപ്പ്, വോട്ട് യു തിങ്ക്? നിങ്ങൾ ഇപ്പോൾ ഇത്രയും നാളുകളായി ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വോട്ട് യു തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഭയങ്കര ഫണ്ടമെന്റൽ ആയിട്ട് തോന്നുന്നത് എന്താണ്? ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് റിലേഷൻസ് ബ്രേക്ക് ആവുന്ന ഒരു ടൈമാണ്. ഒട്ടും ശാശ്വതമല്ല പലരുടെയും കാര്യത്തിൽ, പേഴ്സണൽ പബ്ലിക് എന്തോ ആയിക്കോട്ടെ. അപ്പം പ്രശാന്ത് ഏട്ടൻ എങ്ങനെയാണ് തോന്നുന്നത്? സത്യസന്ധമായി പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇത്രയും മുന്നോട്ട് പോരാൻ കാരണം നാട്ടുകാരെ പേടിച്ചിട്ടാണ്. കാരണം എങ്ങനെ സെപ്പറേറ്റ് ആയാലും ഇവരെല്ലാം എന്തെല്ലാം പറയും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു അടി വരുമ്പോൾ നമുക്കിപ്പോൾ നാട്ടുകാരെന്ത് പറയും എന്നുള്ളൊരു സാധനത്തിലായിരിക്കാം നമ്മൾ പല കാര്യങ്ങളെയും പോട്ട് സാരമില്ല ക്ഷമിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. എന്നാലും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭീഷണി മുറക്കാറുണ്ട്. എന്നാൽ പിന്നെ ഡൈവേഴ്സ് ചെയ്തേക്കാം, എന്നാൽ പിന്നെ നീ ഡിവോഴ്സ് തന്നേരും, ഇതൊക്കെ പറയാറുണ്ട്. നമ്മൾ രണ്ട് വീട്ടിൽ വളരുന്ന ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. നമ്മളുടെ ഇപ്പം സജിയുടെ മക്കളെ ട്വിൻസാണ്. ഇവർക്ക് രണ്ടുപേർക്ക് രണ്ട് സ്വഭാവമാണ്. ഒരേ അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരേ അപ്പനിൽ നിന്ന് വന്ന ഒരേ സമയത്ത് പുറത്തു വന്ന രണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ 4 പേരാണ്. ഈ 4 സഹോദരങ്ങളുടെ സ്വഭാവം 4 പേരും 4 സ്വഭാവക്കാരാണ്. അങ്ങനെ വരുമ്പോഴാണ് വേറെ ഏതോ ഒരു വീട്ടിൽ ജനിച്ച 2 പേര്, 2 സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന 2 പേർക്കും അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ സ്വഭാവം, അവരുടെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഈ വ്യത്യസ്തതകളുണ്ടാവും. പണ്ട് എൻ്റെ ഫാദറിന് മുമ്പിൽ വന്ന ഒരു കേസാണ്. ഡിവോഴ്സിന് കാരണമെന്ന് വെച്ചാൽ ഹസ്ബൻഡ് രാവിലെ പത്രവുമായി ടോയ്ലറ്റിൽ പോകും എന്നുള്ളതാണ് ഫസ്റ്റ് റീസൺ. അപ്പോൾ അതിൻ്റെ കാര്യം പുള്ളിക്കാരിക്ക് ഡെയിലി പത്രം വായിക്കുന്ന ശീലമുണ്ട്. പക്ഷേ ഹസ്ബൻഡ് ഈ പത്രവുമായി ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരിക്ക് പത്രത്തെ തൊടാൻ തോന്നില്ല. അപ്പം അതൊരു OCD-യുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എങ്കിലും അതും ഒരു ഇഷ്യൂ ആണ് എന്ന് പറയുന്നത്. ഓരോ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ആൾക്കാർ ഒന്നിച്ചൊരു കുരക്കീഴിലെത്തുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കാൻ വളരെ എളുപ്പമാണെങ്കിൽ എല്ലാവരും പറയുമെങ്കിലും മുന്നോട്ട് യാത്ര ചെയ്ത് പോയി കുറേ യാത്രകൾ കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും നമ്മൾക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ.
ആ യാത്ര മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ഈ നാട്ടുകാരെ പേടിയൊക്കെ സഹായിച്ചിട്ടുണ്ടാവാം. ഇന്നത്തെ വളരെ റോ ആയിട്ട് പ്രശാന്തേട്ടൻ പറയുന്ന കാര്യമാണ്. അതെ അതെ. വളരെ സത്യസന്ധമായിട്ട് പറയാം. പക്ഷെ ഇന്നത്തെ ജനറേഷന് ചിലപ്പോൾ ഈ നാട്ടുകാരെ പേടി അത്രയും ഉണ്ടാവണമെന്നില്ല. ഇറ്റ്സ് മൈ ലൈഫ്. ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമകളിൽ പോലും ചർച്ച ചെയ്യാനായിട്ടുണ്ട്. എൻ്റെ തല, എൻ്റെ മുടി, ചോദിക്കാൻ നിനക്ക് എന്താ അവകാശം എന്ന് പറഞ്ഞ് പാട്ടുകൾ വരെ ഇറങ്ങുന്നു. ഇത് എൻ്റെ ജീവിതം, നാട്ടുകാർക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷൻ്റെ ധൈര്യമാണ്. അതിന് മുമ്പുള്ള ജനറേഷൻ ആ ധൈര്യം ഉണ്ടായിട്ടില്ല. അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷന് തീരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് സൊസൈറ്റി ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാലം ഞങ്ങളിപ്പോൾ 2005 കല്യാണം കഴിച്ചാണ്. ഇത് 20th ഇയറാണ്. നെക്സ്റ്റ് 20th ഇയർ. അതിന് മുമ്പേ ഒരു 5-6 വർഷം ഞങ്ങൾ പ്രേമിച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഇത് നിന്നിട്ടുണ്ടെങ്കിൽ അതിന് പല ഘടകങ്ങൾ കാരണമായിട്ടുണ്ട്. സൊസൈറ്റിയും കാര്യങ്ങളും. പിന്നീട് ഞങ്ങൾ ഒരു മച്യൂരിറ്റിയിലേക്ക് എത്തിയതിന് ശേഷം ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പിടിച്ച് നിർത്തിയതെന്ന് തോന്നിയാൽ ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് രണ്ടുപേരും രണ്ട് വ്യക്തികളാണെന്നും രണ്ടുപേർക്കും രണ്ടുപേരുടെ സ്വാതന്ത്ര്യം ഉണ്ടെന്നും ആ സ്പേസ് രണ്ടുപേർക്ക് കിട്ടണമെന്നുള്ളതും രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള സന്തോഷങ്ങളാണുള്ളതെന്നും ഒന്നിച്ചുള്ളപ്പോൾ ഉള്ളൊരു സന്തോഷവും പേഴ്സണലി നമ്മൾ അനുഭവിക്കുന്ന ചില ഇൻഡിവിജ്വൽ സന്തോഷങ്ങളുണ്ട്. ആ സന്തോഷങ്ങളെ റെസ്പെക്ട് ചെയ്യണമെന്നും ഒക്കെ പരസ്പരം തിരിച്ചറിയുന്നതാണ്. അത് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. സോ ഇങ്ങനെ വരുമ്പം നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ടോക്സിക് ട്രേറ്റ്സ് കാണും. ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു ബെറ്റർ പേഴ്സൺ ആയിരുന്നു, പക്ഷെ ഇതെന്റെ ട്രേറ്റ് ആണ്, എനിക്കിത് മാറ്റാൻ പറ്റത്തില്ല, അങ്ങനെ എന്തെങ്കിലും? എനിക്കോ? ഞാനിപ്പോൾ മാറിയ കഥ പറഞ്ഞല്ലോ. ഇങ്ങനെ യാത്ര ചെയ്ത് പറയും. ഞാൻ ഈ ടോക്സിസിറ്റി എല്ലാമുള്ള ഞങ്ങളുടെ ജനറേഷനിൽ വളർന്നു വന്ന ഞാനാണ്. ഞാൻ വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ കൈയടിച്ചിട്ടുള്ള ഒരു ഡയലോഗ് ആണ് നരസിംഹത്തിൽ ലാലേട്ടൻ പറയുന്നത്. അടിച്ച് കോൺ തെറ്റി തുലാവർഷ രാത്രിയിൽ കയറി വരുമ്പോൾ കാലുമടക്കി തൊഴിക്കാനും മഴയത്ത് കെട്ടിപ്പിടിച്ചിരുന്ന എന്നൊക്കെ പറയുന്ന പോലെ അതിനെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ കണ്ടിരുന്ന മുഴുവൻ ആണത്തം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് വിശ്വസിച്ച് ജനിച്ചപ്പം മുതലേ ചുറ്റുപാടും അത് കണ്ട്, നമ്മൾ കാണുന്ന കലയിലും അത് കണ്ട്, നമ്മൾ കാണുന്ന മനുഷ്യരിലും അത് കണ്ട് നമ്മൾ വളർന്നു വരുന്ന ആൾക്കാർ. അപ്പം നമ്മൾ അതാണ് സത്യമെന്ന് വിശ്വസിച്ച് പോയതിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ കുറച്ചും കൂടെ അറിവും വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരോട് ഇടപെടുകയും പുതിയ ആശയങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുകയും വായിക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഈ മാറ്റം വരും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മറ്റേ കുമ്പളങ്ങി നൈറ്റ്സിലെ ഒരു ഡയലോഗുണ്ട്, സ്ത്രീകൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടേത് എന്ന് പറയുന്നതിലെ ഹ്യൂമർ മനസ്സിലാവാത്ത ധാരാളം ആൾക്കാർ ഉള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മളുടെ നാട്ടുകാർ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആവറേജ് തന്നെ ആയിരിക്കും നമ്മളും എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ടോക്സിസിറ്റികളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കല്യാണം കഴിച്ച സമയത്ത് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഷീബയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പം അതും ടോക്സിക് ആണെന്ന് നമുക്ക് പറയാം. നേരെ തിരിച്ച് എൻ്റേതായിട്ടുള്ള എന്നോട് എല്ലാത്തിനും എൻ്റെ അനുവാദം വേണം, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതാ പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ നമ്മൾ തല്ലി പിരിയാഞ്ഞത് നാട്ടുകാരുള്ള പേടി കൊണ്ടും അങ്ങനെ എന്തോ ഒരു ഭയത്തിൻ്റെ പുറത്താണ് നമ്മൾ പിടിച്ചു നിന്നത്. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നുള്ളതും ഷീബ തിരിച്ചറിയുന്നുണ്ടാവാം ഷീബയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഈ റിലേഷൻഷിപ്പ് ഭംഗിയായി മുന്നോട്ട് പോകുന്നത്. സോ കമ്മിങ് ടു മൂവീസ്, ഇപ്പം ഏറ്റവും ഹിറ്റായിട്ട് നിൽക്കുന്ന പണിയിൽ ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഓടി നടന്ന് ചെയ്യാറുണ്ടല്ലോ നാട്ടിലും GCC ഒക്കെ ആയിട്ട്. എങ്ങനെയായിരുന്നു റെസ്പോൺസ്? ഹൗ ഡിഡ് യു ഫീൽ? പണിയിൽ നമുക്ക് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തൊട്ടേ അറിയാം, അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കാൻ പോകുന്നത് സാഗറും ജുനൈസും ചെയ്ത ക്യാരക്ടേഴ്സിനെ പറ്റി ആയിരിക്കും. കാരണം അവരാണ് കഥയെ മുന്നോട്ട് കൊണ്ടുവന്ന ഫോഴ്സുകൾ. അപ്പോൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. പിന്നെ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഡേവി ചെയ്ത ക്യാരക്ടറാണ്. കാരണം അത് ബഹുഭൂരിപക്ഷം ഓഡിയൻസിനും അതുപോലെ ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലൊക്കെ ഡയറിങ് ആയിട്ട് നിൽക്കുന്ന, എന്തിനും ഏതിനും ഷാർപ്പായിട്ട് മറുപടി പറയുന്ന ഒരാളെ ഓഡിയൻസിന് ഇഷ്ടമാണ്. അപ്പോൾ ഈ 3 പേരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക്. പിന്നെ ഞാൻ അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള പ്രധാന കാരണം, ഒന്ന് ജോജു പണ്ട് തൊട്ടുള്ള സുഹൃത്താണ്. അവൻ ആദ്യമായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്യുമ്പം എന്നെ ഒരു ക്യാരക്ടറിന് വിളിച്ചത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതൊരു പുതിയൊരു വെഞ്ചറാണല്ലോ, പുതിയൊരു സ്ഥലത്തേക്ക് കാലെടുത്ത് വെക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസവും സ്നേഹവും സന്തോഷവും നൽകുന്ന ആൾക്കാർ കൂടെ ഉണ്ടാവണമെന്ന് ഉള്ള ആഗ്രഹത്തിൽ നിന്നായിരിക്കാം ഞങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ടാവുക എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. രണ്ടാമത്തെ കേസ്, കുരുവിള ഭയങ്കര നല്ലവനാണ്, ഭയങ്കര നല്ല മനുഷ്യനാണ്, നസ്രാണിയാണ്, കൂടെ പഠിച്ചവനാണ്. എന്നിട്ടും ഗിരിയുടെ സിസ്റ്ററിനെ എനിക്ക് കെട്ടിച്ചേരണമെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ക്വാളിറ്റിയുള്ള ഒരാളായിരിക്കും. പക്ഷേ എൻ്റെ ഒരു സ്ക്രീൻ ഇമേജ് ഉണ്ട്, എനിക്കൊരു ചെറിയ നെഗറ്റീവ് സ്വഭാവം സ്ക്രീനിലുണ്ട്. ഒന്നെങ്കിൽ ഒരു ചൊറിയനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഉടക്കുകാരനായിരിക്കാം. ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമേജ് എനിക്ക് ഓൺ സ്ക്രീനുണ്ട്.
അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം, ഇവൻ ഇത്രയും പാവാനൊരു സാധ്യതയില്ല, ചിലപ്പോൾ ഇവനായിരിക്കും ഇതിൻ്റെ പിന്നിലെ കളികൾ മൊത്തം കളിക്കുന്ന, അവരെ ശരിക്കും അവർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന ഇവനായിരിക്കും എന്ന് പറയുന്നൊരു സംശയം. അതായത് ഒരു ചതിയൻ സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഈ സംശയം ഓഡിയൻസിന് തോന്നാം. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രീൻ ഇമേജ് എനിക്കുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ കാരണം അവസാനം വരെ പോകുമ്പോൾ ഇയാൾ ഇല്ലാതാകുമ്പോൾ ഇയാൾ എന്തൊരു പാവ മനുഷ്യനാണ്, ഇയാളെ കൊല്ലേണ്ടിയിരുന്നു, കുത്തേണ്ടിയിരുന്നു, ഇയാളെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലിലേക്കൊക്കെ ആൾക്കാർക്ക് കിട്ടിയാൽ അതെനിക്ക് നല്ലതാണ്. കാരണം എന്നെ ഒരു പാവമായിട്ടും വേണമെങ്കിൽ ആൾക്കാർക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ എനിക്കിപ്പോ സ്ക്രീനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് അത് പറയാൻ വരുമായിരുന്നു, കുറച്ച് കൊനസ്റ്റ് പിടിച്ച ക്യാരക്ടേഴ്സ് കൊണസ്റ്റാണ് കൂടുതൽ പ്രശാന്ത് ഏട്ടന് വരാറുണ്ടല്ലോ, അതെന്താ? എനിക്ക് കൊണസ്റ്റ് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടായിരിക്കും. ഞാൻ ചെയ്ത കൊണസ്റ്റൊക്കെ വർക്കായിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജു ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്, ഓപ്പറേഷൻ ജാവ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്, മധുരരാജ് വർക്കായിട്ടുണ്ട്. ആ കൊണസ്റ്റുകൾ വർക്കാകുമ്പോൾ chances are there that we get more of that type of roles. പിന്നെ നമ്മളത് ഓർത്തിരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കിന് അല്ലേ. ആ ഒരു ഈവൻ ആക്ഷൻ ഹീറോ ബിജുവിലാണെങ്കിലും ആ ഒരു റോളിൽ വന്നിട്ട് ഞാൻ മുമ്പേ ഇരുന്ന് കാണുമായിരുന്നു, ആ ഒരു ബിറ്റ് പോലും ഇരുന്ന് കാണുമായിരുന്നു. ഭയങ്കര രസമായിട്ട് ആ ഒരു ഫുൾ സംഭവമേ അതങ്ങ് പ്രശാന്ത് ഏട്ടൻ തൂക്കി. യെസ്. അല്ല, അതിൽ ആ സിനിമയുടെ ഒരു പ്രത്യേകത, ആക്ഷൻ ഹീറോ ബിജുവിന്റെ പ്രത്യേകത, ഇതുപോലെ വന്നു പോകുന്ന ആൾക്കാരൊക്കെയാണ് ആ സിനിമ തൂക്കിയത്. ഇപ്പൊ സുരാജിന് ഭയങ്കര ഒരു ചേഞ്ച് കിട്ടിയത് അതിലെ ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ രണ്ട് ചേച്ചിമാർക്ക് ഭയങ്കരമായിട്ട് അവർ ചെറിയ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് റോളുകളിൽ നിന്ന് അവർ ഭയങ്കര ഫേസ് റെക്കഗ്നിഷൻ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറിയതൊക്കെ ആ സിനിമയുടെ ഒരു മൊത്തം ഭാഗ്യം. അരിസ്റ്റോ സുരേഷ് നിങ്ങളുടെ സീസൺ ആയിരുന്നു പുള്ളി? സീസൺ 1 ആണല്ലേ, സാബുവിന്റെ സ്റ്റാർട്ടിംഗ് ഓഫ് ദ സീസൺ. എല്ലാ സ്റ്റാർസിനെയും വെച്ച് അവര് ബിഗ് ബോസ് തുടങ്ങുന്ന സീസണിലാണ്. നിങ്ങൾ എങ്ങനെ ബിഗ് ബോസിൽ എത്തിയത്? എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്? എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്? നമുക്ക് പല രീതിയിലാണ് ബിഗ് ബോസിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷെ എനിക്കൊരു രീതിയിലും എത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ചിന്തിച്ചിട്ടില്ല. അത് ഞാൻ ഓർത്തു ബിയോണ്ട് മൈ ഡ്രീംസ് ആയിരിക്കും ബിഗ് ബോസ്, ഏഷ്യനെറ്റ്. നമുക്ക് ഒരു ബന്ധവും ഇല്ലല്ലോ. നമ്മൾ ദുബായ് ബോൺ ആൻഡ് റേസ്ഡ്, ഇവിടുത്തെ എക്സ്പോഷർ, ഇവിടുത്തെ മോഡലിംഗ് പാജൻസ് കൊണ്ട് നടക്കുന്നു. അപ്പോൾ മിസ് ക്വീൻ കേരള 2022 വിന്നറായി. അപ്പോൾ അവരിങ്ങനെ കോൾ ചെയ്തു, ഏഷ്യനെറ്റിൽ നിന്ന് ബിഗ് ബോസിന്റെ സീസൺ വരുന്നുണ്ട്, താല്പര്യമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഐ മീൻ അകത്തെ ജീവിതം ഭയങ്കര ടഫല്ലേ? ഭയങ്കര ടഫാണ്. ഇത് കോള് കിട്ടിയപ്പോഴത്തേന് എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഫുൾ എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ടോ? ഇല്ല, പ്രശാന്ത് അതിനുള്ള ഒരു ശക്തി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല, നിങ്ങൾ പറഞ്ഞതും ചെയ്തതും എല്ലാം ജനങ്ങൾ കണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണ്ടായിരുന്നു. അതില്ലാന്ന് എനിക്ക് മനസ്സിലായി. പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. അതായത് നമ്മൾ യൂട്യൂബ് കട്ട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലായി ഇങ്ങനെയല്ലല്ലോ അകത്ത് നടന്നേ. ബിക്കോസ് ഷോ ഇസ് കംപ്ലീറ്റ്ലി എഡിറ്റഡ്. അതായത് സ്ക്രിപ്റ്റഡ് അല്ലെന്നേ ഉള്ളൂ, അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ആക്ച്വലി അത് സ്ക്രിപ്റ്റഡ് ആണ്. നിങ്ങൾ നിങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ട് റിയൽ ആയിട്ട് ജീവിക്കുന്നു, പക്ഷെ അതിനെ എങ്ങനെ ജനങ്ങൾ കാണണം എന്നുള്ളത് ഷോ ഡയറക്ടറിന്റെ കയ്യിലിരിക്കുന്നതാണ്. അവരാണ് സ്ക്രിപ്റ്റ് ചെയ്യുക. ഇതിൽ ആര് വില്ലനാവണം, ആര് നായകനാവണം. പക്ഷെ ഇത് തന്നെയല്ലേ ജീവിതവും. നമ്മൾ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ ഒരാളെ സഹായിക്കാൻ പറയുന്നതായിരിക്കും, പക്ഷെ അതിന്റെ ആംഗിൾ മാറ്റി അത് ഒരാൾക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിലാക്കാനും പറ്റും. അതെ അതെ, ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെയാണ് അത് പുറത്ത് വന്നതും. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാത്തിൻ്റെ ആ ഒരു 100 days കഴിഞ്ഞപ്പോഴത്തേക്കന്നെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എനിക്കും കൂടുതൽ ധൈര്യം വന്നു. ഇപ്പം സിനിമ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എനിക്ക് കുറച്ചും കൂടെ ഞാൻ വൾണറബിൾ ആയിരുന്നു, കുറച്ചും കൂടെ നൈവായിരുന്നു. അപ്പം ബിഗ് ബോസിന് മുന്നേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയപ്പോഴും ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് എനിക്ക് പോകാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട, ഞാൻ മോഡലിങ്ങും പാജന്റും ചെയ്ത് ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ സേഫായിട്ട് ഞാൻ ഇരുന്നോളാം. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ചും കൂടെ ധൈര്യം വന്നു. ഓക്കെ, ഐ ക്യാൻ ഫേസ് തിങ്സ്, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറീസ്, അല്ലെങ്കിൽ ഐ ക്യാൻ റേസ് മൈ വോയിസ് എന്നുള്ളൊരു സംഭവം വന്നപ്പോഴാണ് ഓക്കെ പെരിയെ സിനിമയിൽ പോകുന്നതിന് ഇത്ര പേടിക്കേണ്ട കാര്യം എന്തോ? എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു പ്രശാന്ത് ഏട്ടാ. എന്തിനാ അത് സിനിമയിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയല്ല, നമ്മള് ചെറുതിലെ തൊട്ട് കേട്ട് വരുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ. ഈ കേട്ട കാര്യങ്ങൾ പറഞ്ഞത് സിനിമാക്കാരാണോ സാധാരണ ജനങ്ങളാണോ? ജനങ്ങള് കേട്ട് പറയുന്നത്. ജനങ്ങൾ പറയുന്നതെല്ലാം ശരിയാണോ? അല്ല, അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നത്. ഇപ്പൊ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ തന്നെ എന്തോരം അലിഗേഷൻസ് വന്നു, ജനങ്ങൾ എന്തോരം സിനിമയെ എടുത്ത് ഉടുത്തു, എന്തോരം പ്രശ്നങ്ങളുണ്ടായി. ഇതിൽ എത്ര അലിഗേഷൻസ് തെറ്റായിരുന്നു എന്നുള്ളത് ഇപ്പൊ പ്രൂവ് ചെയ്യപ്പെട്ടു. എന്നാലും ജനങ്ങൾ പണം കൊണ്ട് അത് വിലക്കെടുത്തതാണെന്നേ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ഇവിടെ ജീവിക്കുന്ന ഒരു 98% ആൾക്കാർക്ക് സിനിമയിൽ ഭാഗമാകണം എന്നുള്ളതാണ് ആഗ്രഹം. അതിന് കഴിവുണ്ടെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പൊ എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ റീസൺ ആണിത്.
നമുക്ക് പറ്റിയ മേഖലയൊന്നും അല്ലടേ. നമ്മൾ എന്നെ ഒന്നും കിട്ടൂല ആ പരിപാടിക്കെന്ന് പറയുന്ന ആ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു വികാരത്തിൻ്റെ പുറത്തായിരിക്കാം സിനിമാക്കാർ ഇത്രയധികം ക്രൂശിക്കപ്പെടുന്നത്. പക്ഷേ എത്രയോ സ്ത്രീകൾ, എത്രയോ ആൾക്കാർ ധൈര്യത്തോടെ വന്ന് ജോലി ചെയ്ത് മാന്യമായിട്ട് ശമ്പളം മറ്റേത് മേഖലയിലും ജോലി ചെയ്യുന്ന പോലെ ജോലി ചെയ്ത് സ്വസ്ഥമായിട്ട് പോകുന്ന സ്ഥലമാണ് ഇത്. അത് പക്ഷെ വന്ന് അത് മനസ്സിലാക്കി പോയാൽ മാത്രമേ നമുക്കത് അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ. പിന്നെ ഈ പറയുന്ന പോലെ ചെറുതിലെ തൊട്ട് നമ്മൾ പറയും ഗുഡ് ടച്ച് ബാഡ് ടച്ച് എല്ലായിടത്തും ഉണ്ട്. പബ്ലിക്കിൽ പോകണം. ആദ്യം ഒരു പെൺകുട്ടിക്ക് ഒരു ബാഡ് ടച്ച് കിട്ടുന്നത് എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നല്ലേ? അപ്പൊ പിന്നെ ഡെഫിനറ്റ്ലി പിന്നെ ബാക്കി കാര്യങ്ങളെ പറ്റി നമുക്ക് പറയേണ്ട കാര്യം അങ്ങനത്തെ ബാഡ് ടച്ചുകൾ സ്ട്രോങ് ആക്കിയിട്ടുള്ള എത്രയോ സ്ത്രീകളുണ്ട്, വീണ് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ, അല്ലേ? പിന്നെ ഈ പറയുന്ന എക്സ്പീരിയൻസ് മൂവിയിൽ മാത്രമല്ല, പക്ഷെ ഒരു ഗ്ലാം വേൾഡ് എന്നുള്ളൊരു ടൈറ്റിൽ ഉള്ളതുകൊണ്ടാണ് പിന്നെ അങ്ങനെ വിശ്വസിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടം. അതെ. പക്ഷെ ഈ പൈസ ഉണ്ടാക്കുന്ന അവൻ കഴിവുകൊണ്ട് രക്ഷപ്പെടാൻ വഴിയില്ല. അവള് പൈസ ഉണ്ടാക്കിയത് ഇങ്ങനെയാണെന്ന് പറയാനുള്ളൊരു താല്പര്യം ജനങ്ങൾക്കുണ്ടാവില്ല. ഇപ്പൊ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങി നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക, അല്ലെ നമ്മളത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ വിഷയത്തിൽ നാട്ടുകാരെ പേടിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് ഇന്നത്തെ ജനറേഷൻ തിരിച്ചറിഞ്ഞതൊക്കെ ഇങ്ങനത്തെ പല കാര്യങ്ങൾ അവർ അസസ് ചെയ്തുകൊണ്ടല്ലേ. This episode of Correct You with Serena is brought to you by Miller Golden Diamonds, crafting elegance in every piece. Visit their collections to experience jewelry that celebrates the art of luxury. ഇനി നമുക്ക് പ്രശാന്ത് ഏട്ടൻ ചെയ്ത കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ഞാൻ പറയാം. ഒരുപാട് പടങ്ങൾ ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സ് ഓർമ്മയുണ്ടോ? പേരുകൾ വിക്കിപീഡിയ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ, അപ്പൊ എനിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ പേരുകളും അറിയാം. ചോദിക്കണോ? ജോലി നോക്കട്ടെ. ഇത് ഡെഫിനറ്റ്ലി ഓർമ്മയുണ്ടാവും. ബെന്നി. ഒന്നെങ്കിൽ നമ്മളല്ലേ? എബിയാണോ ബെന്നിയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. ടോമിച്ചൻ മുതലാളി. അച്ഛനുറങ്ങാത്ത വീട്. അതിന്റെ ഒരു എന്തെങ്കിലും ഒരു മെമ്മറി പറയാനുണ്ടോ? പിന്നെ അച്ഛനുറങ്ങാത്ത വീട് എന്നെ ടി വിയിൽ വാൽക്കണ്ണാടിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് നിനക്ക് ആങ്കറിങ്ങിന് ഭയങ്കര സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പ്രോഗ്രാം തുടങ്ങിയപ്പോൾ എന്നെ വിളിച്ച് കൊടൈക്കനാലിൽ നിന്ന് ഞാൻ സ്റ്റഡി ലീവ് കഴിഞ്ഞിട്ട് വന്ന് ചെയ്ത പരിപാടിയാണ് വാൽക്കണ്ണാടി. എന്നിട്ട് ഞാൻ പുള്ളിയോടാണ് താമസം. പുള്ളിയുടെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ മോനാണ് ലാൽ ജോസ്. അപ്പം ലാലുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റ് വരും. അപ്പം അദ്ദേഹം ഒരു ഡയറക്ടറാണെന്നും അദ്ദേഹത്തിനോട് ചാൻസ് ചോദിക്കണമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരാൾക്ക് ശല്യമാവാൻ പാടില്ല. അപ്പം ഞാൻ ഡോറ് തുറക്കുമ്പോൾ ലാലുവേട്ടനെ കാണുമ്പോൾ ലാലുവേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിൽ പോയി എങ്ങിരിക്കും. അപ്പോൾ പുള്ളിയും ചിന്തിച്ചിട്ടുണ്ട്, ഇവൻ ഇത്ര ജാടയോ, ടി വി ആങ്കറൊക്കെ ടെലിവിഷൻ ആങ്കർ ആണെന്ന് വിളിക്കുക, ഇവൻ ഇത്ര ജാടയോ, ഇവൻ പിന്നെ എന്നെ കാണാനേ വരുന്നില്ല എന്നൊക്കെ പുള്ളി ചിന്തിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ട് ഇവൻ മുടിഞ്ഞ ജാടയാണല്ലോ, ഇവൻ പിന്നെ എന്നെ കാണാൻ. ഞാൻ ആക്ച്വലി ആ ഡോർ അടച്ചിട്ട് ഡോറിൻ്റെ ഇപ്പുറത്ത് ചെവി വെച്ചിരിക്കുക, എന്നെപ്പറ്റി വല്ലതും പറയുന്നുണ്ടോ, അവനെന്താണ് പരിപാടി, എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തന്നെ ഡോറ് തുറന്നിറങ്ങി വന്നിട്ട് സംസാരിക്കാനാണ് ഞാൻ നിൽക്കുന്നത്. ഇതെല്ലാം പക്ഷേ മൈൻഡിലാണ് നടക്കുന്നത്. മൂപ്പര് എന്നെ പറ്റി ഞാൻ ഭയങ്കര ജാടയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ പുള്ളി ഇത്ര പ്രാവശ്യം എന്നെ കണ്ടിട്ടും എനിക്കൊരു വേഷം തരുന്നില്ലല്ലോ എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി രസികൻ എന്ന് പറഞ്ഞ സിനിമ ലാലുവേട്ടൻ ചെയ്തു. ആ സിനിമയുടെ തുടക്കം ഭയങ്കര മോശമായിരുന്നു. തിയേറ്ററുകളിൽ മോശം റിപ്പോർട്ടുകൾ വന്നപ്പം ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി അപ്പം എന്നെ ഷായി ചേട്ടൻ എന്നാണ് എന്നെ ടി വിയിലേക്ക് കൊണ്ടുവന്ന ആള്, ലാലുവേട്ടൻ്റെ ബ്രദർ. ഷായി ചേട്ടൻ എന്നോടാണ് നീ ലാലുവിൻ്റെ കൂടെ ഇരുന്ന് നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, പ്രൊമോഷൻസ് കാര്യങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. പിന്നെ ഞാൻ ഡയറി ഒക്കെ എടുത്ത് എനിക്കൊരു ജോലി കിട്ടിയല്ലോ, പിന്നെ എനിക്ക് ലാലുവേട്ടൻ്റെ കൂടെ പോയിരിക്കാം. ഞാൻ അവിടെ പോയിരുന്ന് പുള്ളിയോട് ഇരുന്ന് കംപ്ലീറ്റ് ചാർട്ട് ചെയ്യുന്നു, ഇന്ന ആർട്ടിസ്റ്റുകളെ ഇന്ന ചാനലിൽ വിടണം, ഇന്ന ആർട്ടിസ്റ്റുകൾ ഇന്ന ചാനലിൽ വിടണം, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യണം. അന്ന് എന്നോട് തോന്നിയ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് പുള്ളി പറഞ്ഞെടാ ഞാൻ അടുത്തൊരു പടം ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യൽ സിനിമയല്ല, അതിൽ ഞാൻ നിനക്കൊരു നല്ല ക്യാരക്ടർ തരും എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് അച്ഛനുറങ്ങാത്ത വീട്ടിൽ എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ ഈ ക്യാരക്ടർ ചെയ്താൽ എൻ്റെ പരിപാടികൾ മാറി തുടങ്ങും എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്കുണ്ടല്ലോ. ഒരു മെയിൻ വേഷമാണ് അത്. പൃഥ്വിരാജുണ്ട്, ഇന്ദ്രജിത്തുണ്ട്, സലീംകുമാറുണ്ട്. പക്ഷെ ഞാനാണ് വൺ ലൈനിൽ തന്നെയുള്ള വില്ലൻ. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്നത്. അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ ഷൂട്ടിങ് ഒക്ടോബറിൽ തുടങ്ങുന്നു. ഡേറ്റ്സ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കല്യാണം ഫിക്സ് ആയി. അപ്പം ഒരു ദിവസം എൻഗേജ്മെൻറ്റിന് അന്ന് തന്നെ ഷൂട്ടുണ്ട്. അപ്പം ആദ്യമേ ഡേറ്റ്സ് അയച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 23 എന്ന് പറയുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റും നവംബർ 3 എന്ന് പറയുന്നത് എൻ്റെ കല്യാണമാണ്. ഈ 2 ദിവസം എനിക്ക് നിങ്ങൾ ഡേറ്റ് തന്നിട്ടുണ്ട്, ഒന്ന് മാറ്റി തരുമോ, ഒരു ദിവസം അങ്ങോട്ടോ ഒരു ദിവസം ഇങ്ങോട്ടോ മാറ്റി തന്നാൽ. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് എന്നോട് പറഞ്ഞു പ്രശാന്തേ ഇതിനകത്ത് വേറൊരു വേഷമുണ്ട്,
നമുക്ക് അത് പിടിക്കാം. അതാകുമ്പോൾ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ സ്ക്രിപ്റ്റ് മൊത്തം അറിയാം. അത് പൃഥ്വിരാജിൻ്റെ ഫ്രണ്ടായിട്ട് വരുന്ന നമ്മുടെ അരുൺ നാരായണൻ ചെയ്ത റോളാണ്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഈ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, എൻ്റെ കല്യാണം മാറ്റി വെച്ചാലും കുഴപ്പമില്ല, ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ. എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് വേണേൽ ഞാൻ മാറ്റി വെക്കുന്നത്. ഞാൻ വീട്ടിൽ പറഞ്ഞു ഡേറ്റ് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ലാലുവേട്ടനോട് അവരിത് സംസാരിച്ചപ്പോൾ ലാലുവേട്ടൻ പറഞ്ഞു അവൻ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന്, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ലൊക്കേഷനിൽ പോയി. കല്യാണത്തിൻ്റെ അന്ന്, കല്യാണത്തിൻ്റെ തലേദിവസം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. രാത്രി 12 മണിക്കോ 12:30 ആണ് ഞാൻ കല്യാണത്തിൻ്റെ തലേദിവസം വീട്ടിൽ വരുന്നത്. എൻ്റെ കല്യാണം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. കാരണം കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ കുട്ടിക്കാനത്തെ ലൊക്കേഷനിലേക്ക് പോവുകയും ചെയ്തു. കല്യാണത്തിൻ്റെതായിട്ടുള്ളൊരു കാത്തിരിപ്പും രാത്രിയിലെ ബന്ധുക്കളുടെ കൂടിച്ചേരലും അതൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് അങ്ങനെ അത്രയ്ക്ക് എനിക്ക് സിനിമ ഇഷ്ടമാണെന്നുള്ളത് പോലും ഞാൻ തിരിച്ചറിയുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും. അതാണ് അച്ഛനങ്ങാത്ത വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മ. നെക്സ്റ്റ് ശ്രാങ്കരായൻ. ശ്രാങ്കരായൻ അടുത്തിട്ട് MLA ക്ലീറ്റസ്. മധുരരാജ. ഓക്കെ. CI ഡേവിസ്. ടർബോ. അത് ആലോചിക്കാനാണോ ഒന്നും കൂടി? അല്ല, എനിക്ക് ദേവസ്യാന്ന്. CI ദേവസ്. ജമാൽ ശുഭരാത്രി. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ജമാൽ തൃശ്ശൂർ പേരൂർ ക്ലിപ്തമാണോ? അല്ല. ജമാൽ ആക്ച്വലി 2 ജമാൽ ചെയ്തിട്ടുണ്ട് പ്രശാന്ത് ഏട്ടൻ. അതിലൊരെണ്ണം ഇതല്ല, വേറൊരെണ്ണം. ജമാൽ. പാസ്വേഡ് എനിക്കറിയാം. എന്നെ ചിന്തിക്കാൻ അനുവദിക്കൂ. ഞാൻ അത്ര നല്ല ഓർമ്മ എഴുതുന്ന കുട്ടിയൊന്നും വിക്കിപീഡിയ എഴുതി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെയാണ്. ജമാൽ ഞാൻ തന്നെയാണല്ലോ ഇട്ടത്. ജമാൽ. പാസ്. അവതാരം. ഓ ശരിയാ. ബഷീർ. ഓപ്പറേഷൻ ജാവ. ഓക്കേ. അത് മറന്നാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം യെസ്, ഓൾമോസ്റ്റ് അപ്പം ജയിച്ചിരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രോജക്ട്സ് എന്താണ്? ഞാൻ ആസിഫ് അലി ഹീറോ ആണ്, താമർ ഡയറക്റ്റ് ചെയ്യുന്നു. 1001 നുണകൾ ഡയറക്റ്റ് ചെയ്ത് താമർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലാണ് ഒരു വേഷം ചെയ്യുന്നത്. ഇപ്പം മരണമാസം ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഷൂട്ടിന്റെ ഇടയ്ക്ക് ഒരു സ്കെഡ്യൂൾ ബ്രേക്കിലാണ്. എനിക്കിപ്പോ ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അങ്ങനെ ഒന്നും കൂടി വെൽക്കം ടു ദുബായ്. ഇനി ഒരുപാട് ദുബായിലും പ്രോജക്ട്സ് വരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ. See you in movies. Yes.